ലോങ് നെയിൽസ് ഭയങ്കര ഇഷ്ടമാണോ? എന്നെ എങ്ങനെയാണ് നെയിൽസ് ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ നെയിൽസ് ഇതിങ്ങനെ ഉണ്ടായിരുന്ന നെയിൽസാണ്. അതിന്നിട്ടാണ് ഞാൻ തിക്കിനാക്കി എടുത്തിട്ട്. എനിക്ക് എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, മിക്കപ്പോഴും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വരാറുള്ള ഒരു കമൻറ്റ് കൂടിയിട്ടാണ് കേട്ടോ. നെയിൽ കെയർ ടിപ്സ് ഷെയർ ചെയ്യൂ, നെയിൽ കെയർ ടിപ്സ് ഷെയർ ചെയ്യും. എങ്ങനെയാണ് നെയിൽസ് ഇത്രയും വളർത്തിയത്? ഒറിജിനൽ നെയിൽസ് ആണോ അതോ നെയിൽസിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് എപ്പോഴും വരാറുള്ള കമൻറ്റാണ്. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് സീക്രട്സ് ഞാൻ നിങ്ങളോട് റിവീൽ ചെയ്യാൻ പോവാണ്. വീഡിയോ എൻ്റെ വരെ കാണാം. നമ്പർ 1 ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കാണുന്ന നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് നിർത്തുക. നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും കാലം നിങ്ങൾക്ക് നഖം നന്നാക്കി എടുക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ നഖത്തിൻ്റെ മേലെ അതൊരു വെയിറ്റ് കൊണ്ടുവരിക. നമ്മുടെ നാച്ചുറൽ നഖത്തിന് അത് ഭയങ്കര ഒരു എന്താ പറയുക, അതിനെ വീക്കൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സെയിം ലൈക്ക് നമ്മൾ നമ്മുടെ മുടിമേൽ ഹീറ്റ് സ്റ്റൈലിംഗ് അല്ല, നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ലേ, അതേ എഫക്റ്റാണ് നമ്മുടെ നെയിൽസിലുണ്ടാവുന്നത്. നെയിൽസ് നിങ്ങൾ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നെയിൽസ് ഡാമേജ് ആകുമ്പോഴുള്ള ഒരു പ്രോബ്ലം ഇൻഡയറക്ട്ലി നിങ്ങളുടെ മുടിയും ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചെയ്യുന്ന നെയിൽ എക്സ്റ്റൻഷൻ മാത്രമല്ല, പ്രസ് ഓൺ നെയിൽസ്, അതും എന്തൊക്കെ ജെൽ നെയിൽസ് നിങ്ങൾ നഖത്തിലിട്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാത്തിന്നിട്ട് ഒരു ബ്രേക്ക് എടുക്കുക. അതിന്ന് ബ്രേക്ക് എടുക്കാണ്ട് നിങ്ങൾ നഖം വളർത്തണം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ. നെയിൽ എക്സ്റ്റൻഷനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ബിഹൈൻഡ് സ്റ്റോറി പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് ടിപ്സിലോട്ട് കിടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിനകത്തോട്ട് ചാപ്റ്റേഴ്സിലോട്ട് പോകാട്ടോ. എന്താ വെച്ചാൽ നെയിൽ എക്സ്റ്റൻഷനിൽ എന്തുകൊണ്ടാണ് നെയിൽ എക്സ്റ്റൻഷൻ ഞാൻ ഇത്രയും എതിർക്കണേ എന്നുള്ളത് നിങ്ങൾ അറിയണമല്ലോ. എനിക്ക് അത്യാവശ്യം നല്ല നഖം ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ എൻ്റെ നഖം നല്ല കട്ടിയുള്ള നഖമാണ്. എൻ്റെ അച്ചാച്ചന് ഇത്രയും നീളമുള്ള നഖം ഉണ്ടായിരുന്നത്. അച്ചാച്ചനെ പറ്റി ഞാൻ ഓർക്കുമ്പോഴേക്കും തന്നെ എനിക്ക് നഖമാണ് ഓർമ്മ വരുന്നത്. അത് മാത്രമല്ല ഈ കളറിലുള്ള നഖം. അത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചിയുടെ നഖം എന്താ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ചിലർ ചോദിക്കാറുണ്ട് ഫ്രഞ്ച് നെയിൽസ് എന്നല്ല പറയാം, അത് ചെയ്തിട്ടുണ്ടോയെന്ന്. കാരണം എൻ്റെ ഇവിടം വരെ പിങ്ക് നെയിൽസും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രഞ്ച് നെയിൽസ് ഇരിക്കില്ല, അതുപോലെയാണ് എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള നഖം ഉള്ളത്. അത് എന്തിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാരണമാണ് കേട്ടോ അങ്ങനെ വരണേ. പക്ഷേ ഇതേപോലെ തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ നഖം. അപ്പോൾ അങ്ങനെ കട്ടിയുള്ള നഖമായിരുന്നു എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നഖത്തിന് നല്ല, പിന്നെ ഞാൻ നഖം ടേക്ക് കെയർ ചെയ്യായിരുന്നു കേട്ടോ. നഖം ഞാൻ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും, അങ്ങനത്തെ ഉള്ള പരിപാടികൾ. നഖം കട്ട് ചെയ്യണത്, ഷേപ്പ് ചെയ്യണം, എനിക്ക് നഖം ടേക്ക് കെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ഒന്നാമത് എനിക്ക് നഖം ഇല്ലെങ്കിൽ എൻ്റെ കൈ കാണാൻ ഭയങ്കര ഉണ്ടായിട്ടിരിക്കുക, എന്നുവെച്ചൊരു ഭംഗിയില്ലാണ്ടിരിക്കും. നഖം ഉണ്ടെങ്കിലാണ് എൻ്റെ കൈ കാണാനായിട്ട് ഭംഗിയുള്ളൂ, പണ്ടും അതിൽ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ നഖം അത്യാവശ്യം നോക്കുന്നത് കൊണ്ട് എൻ്റെ നഖം ഹെൽത്തി ആയിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ എന്നെ ഒന്നിനും സമ്മതിക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ മുടി കളർ ചെയ്യാൻ സമ്മതിക്കില്ല, മുടി വെട്ടണം എന്നുണ്ടെങ്കിൽ ചോദിക്കണം, മുടി എല്ലാത്തിനും അങ്ങനെ ഒന്ന് മുഖത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ DIYs മാത്രം ചെയ്യാൻ ഞാൻ ചോദിക്കാറില്ലാത്തതുകൊണ്ട് അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലാതെയുള്ള ഒന്നും ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. നേരെ പോയി ഞാൻ മുടി വെട്ടി, മുടി കളർ ചെയ്ത്, അത് കഴിഞ്ഞ് മുടിനകത്തുള്ള മറ്റേ ഫ്രിസ് കൺട്രോളിങ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ തുടങ്ങി, മുടിയിൽ സ്പാ ചെയ്യാൻ തുടങ്ങി, നെയിൽ എക്സ്റ്റൻഷൻ വെക്കാൻ തുടങ്ങി, ജെൽ നെയിൽസ് വെക്കാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഞാനൊരു ഫ്രീ ലൈഫായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 2-3 വർഷം അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മുടിയും നഖവും എല്ലാം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഈ നഖം ഉണ്ടല്ലോ, എന്താ പ്രശ്നം പറ്റണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ട്രാപ്പിൽ വരും. സെയിം ലൈക്ക് നമ്മളുടെ മുടിയുടെ ട്രാപ്പിനകത്തോട്ട് കിടക്കുന്ന പോലെ. വൺസ് നിങ്ങൾ മുടി സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാച്ചുറൽ മുടിയിലോട്ട് നമുക്ക് വരാൻ പറ്റില്ല. കാരണം നമുക്ക് മുടി വളർന്ന് വന്ന മുടി വേറെയും ബാക്കിയുള്ള മുടി വേറെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ പോയി ടച്ച് ചെയ്യും, പിന്നെ ഈ മുടി വളരും, അപ്പോൾ പിന്നെ ഇവിടെ ഇതാവും. അപ്പോൾ നമ്മളതൊരു ലൂപ്പായി മാറും. നമ്മൾ അതിൽ കടന്ന് നമുക്ക് അതല്ലാണ്ട് നമുക്ക് വെളിയിൽ വരണമെങ്കിൽ നമ്മൾ ഇത്ര ഭാഗം സ്ട്രെയിറ്റ് ചെയ്ത് അത്ര എഫേർട്ട് എടുത്ത് വരണം. അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ മുടി നമുക്ക് കാണുമ്പോഴേക്കും നമുക്കൊരു ഭംഗിയുള്ളതുപോലെ ഫീൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാപ്പിലോട്ട് കിടക്കും. സെയിം അതുപോലെയാണ്. ഈ ഡ്രസ്സ് എനിക്ക് ഇച്ചിരി കഴുത്തിറങ്ങി പോണ്. സെയിം അതുപോലെ തന്നെയാണ് നമ്മളുടെ നഖത്തിനും. നഖം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഒന്നുമില്ലാത്ത നഖം കാണുമ്പോൾ ഇതെന്താ ഒരു ഭംഗിയില്ല, ഒരു ഗേളി ഫീൽ ഇല്ലല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ എനിക്ക് അല്ലാണ്ട് എൻ്റെ നഖം കാണുമ്പോൾ എന്തോ ഒന്ന് മിസ്സിങ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ പോയി നെയിൽസിൽ ഇത് ചെയ്യുമായിരുന്നു, നെയിൽ എക്സ്റ്റൻഷൻ. ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നെയിൽ എക്സ്റ്റൻഷനാണ് ചെയ്യുക. എന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ നഖം അത്യാവശ്യം എന്നോട് എല്ലാം ചോദിക്കാനുള്ള നഖം ഒറിജിനൽ നഖം തന്നെയാണോ, കണ്ടിട്ട് ഒറിജിനൽ പോലെ തോന്നണില്ലല്ലോ എന്നാ ചോദിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നതാണ് ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് പോയി വേറെ നെയിൽ എക്സ്റ്റൻഷൻ വെച്ച്. എനിക്ക് ഓവൽ ഷേപ്പിൽ തന്നെ വേണം, എനിക്ക് ഓവൽ ഷേപ്പ് വേണം, ചിലപ്പോൾ ഞാൻ സ്ക്വയർ ഷേപ്പ് വേണം, അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ തുടങ്ങി. എക്സ്റ്റൻഷൻ ചെയ്തിട്ട് ഒരു തവണ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്നും മതലേച്ചെന്നിങ്ങനെ ഇടിച്ചു കയ്യ്. അതെന്തെടുക്കാൻ ചിലപ്പോൾ ഇടിച്ചു. എൻ്റെ പൊന്നേ, നിങ്ങൾ നെയിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നില്ല, ഒരു 2ാമത്തെയോ 3ാമത്തെയോ വേദനയായിരിക്കും നഖം ചെന്ന് ഇടിക്കുമ്പോഴേക്കും. ഈ നെയിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ചെന്ന് നഖം ഇടിക്കുമ്പോൾ നമുക്കിങ്ങനെ പച്ച ഇറച്ചി നിന്നിട്ട് ഈ നഖം ഇങ്ങനെ പൊളിഞ്ഞു പോണ പോലത്തെ ഇങ്ങനെ വേദന വരും. അത്ര ഭയങ്കര വേദന അതിനുള്ളത്.
അപ്പം അങ്ങനെ ഒരു തവണ ഇടിച്ച് എൻ്റെ നെയിൽ ബെഡ് ഫുള്ളായിട്ട് നാശമായി. പക്ഷേ ഫുള്ളായിട്ട് ഇങ്ങനെ തുറന്നേ പോകുന്നു, ഇങ്ങനെ പൊളിഞ്ഞു പോലെ. പക്ഷേ ഈ കാണുന്ന നഖം എനിക്കില്ലായിരുന്നു, അങ്ങനെ പൊളിഞ്ഞു പോന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഞാൻ വെച്ചു നെയിൽ എക്സ്റ്റൻഷൻ വെക്കണമുണ്ടായിരിക്കും. നെയിൽ എക്സ്റ്റൻഷൻ വെക്കണ്ട, എൻ്റെ നഖത്തിൽ തന്നെ ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ എൻ്റെ നഖം ഞാൻ വളർത്തിയിട്ട് നഖത്തിൻ്റെ മേലെ ജെല്ല് വെക്കാൻ തുടങ്ങി. നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഈ നഖം അങ്ങ് വളർന്നു കഴിയുമ്പോഴേക്കും വരുന്ന നഖം നമ്മുടെ നോർമൽ നഖമാണ്, അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. നീ നെയിലിൽ ഞാൻ ജെൽ നെയിൽസ് വെക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 തവണ വെച്ചെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് വളരുന്ന നഖം മുഴുവൻ പേപ്പർ തിന്നായിട്ടുള്ള നഖം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇപ്പം എൻ്റെ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ നഖം പോരത്തില്ല, പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലുന്നിങ്ങനെ അങ്ങോട്ട് വേണേ ട്വിസ്റ്റ്. എനിക്ക് നഖം ഇങ്ങനെ എൻ്റെ കൈ കൊണ്ട് എൻ്റെ നഖം എനിക്കിങ്ങനെ കീറിയെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ തിന്നായിപ്പോയി, വളർന്ന് വന്ന നഖമൊക്കെ അങ്ങനെ തിന്നാവാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങി എൻ്റെ നഖം തിന്നായിരിക്കണം, അതേസമയം തന്നെ എൻ്റെ മുടിയും കൊഴിയാൻ തുടങ്ങി. നഖവും മുടിയായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടെന്ന് എൻ്റെ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ എനിക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ഇപ്പോൾ സയൻസിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് തരില്ലായിരിക്കും. മേ ബി ഒരു 10-15-50 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ കണ്ടുപിടിക്കുമായിരിക്കും. പക്ഷേ കണക്ഷനുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ നഖവും മുടിയുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. എൻ്റെ നഖം ഞാൻ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ഹെയർ ബെറ്റർ ആവാനായിട്ട് തുടങ്ങി, മുടിയിലെ ഡാമേജ് കുറയാനായിട്ട് തുടങ്ങി. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ച് ഒരു ബ്രേക്ക് എടുക്കാം, ഇല്ലെങ്കിൽ എൻ്റെ നഖം ഇനി ഉണ്ടാവില്ല. അങ്ങനെ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ നഖം വളർത്തി ഇപ്പോൾ വീണ്ടും ഈ കാണുന്ന നെയിൽസിലോട്ട് എത്തി. ഇപ്പോൾ അത്യാവശ്യം പ്രിറ്റി നല്ല ബലമുള്ളതാണ്, എൻ്റെ മുന്നത്തെ അത്ര ബലമായിട്ടില്ല. അതുണ്ടല്ലോ, ഇതിൽ ഞാൻ ഇച്ചിരി കഥ പറഞ്ഞു പോകണതുകൊണ്ട് നിങ്ങൾക്ക് ഡിലേ ആവും. ഓക്കെ, നിങ്ങൾ ചാപ്റ്റേഴ്സിൽ നെക്കിപ്പോട്ടെ, എനിക്കിത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ലോങ് വീഡിയോസ് എന്തായാലും നമ്മളുടെ നമുക്ക് ലോങ് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ ലോങ് വീഡിയോ കാണാൻ വന്നിട്ടുണ്ടാവുക. നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറീസ് കേൾക്കാൻ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കണത്, അതുകൊണ്ട് പറയാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ നെയിൽസ് ഇതും ചിലപ്പോൾ സയൻസ് ഒരു 10 വർഷമോ അല്ലെങ്കിൽ ഒരു 50 വർഷമായിരിക്കും എപ്പോഴെങ്കിലും എന്തായാലും കണ്ടുപിടിക്കുമെന്നാണ് ഞാൻ വിചാരിക്കണത്. നമ്മുടെ നഖം ഉണ്ടല്ലോ, നമ്മുടെ നഖത്തിന് മെമ്മറി ഉണ്ട്. ഇപ്പം എൻ്റെ ഈ നഖം ഡാമേജ് ആയിട്ടിരിക്കുകയല്ലേ, ഞാനിങ്ങനെ വാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഫുള്ള് കാണുന്ന നഖം പോയി വന്ന് എൻ്റെ അന്ന് കേട്ടോ, അന്ന് ഭയങ്കര തിന്നായിട്ടില്ലേ. അപ്പോൾ ആ തിന്നായിരുന്ന സമയത്ത് ഫുൾ നഖം പോയി വന്ന്, കാരണം ഞാൻ അവിടെ ഇങ്ങനെ പ്ലെയിൻ കോട്ട് അടിച്ചു വയ്ക്കായിരുന്നു ഇത് വളരുന്നത് എനിക്കറിയാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഫുൾ നഖം പോയി വന്ന് അങ്ങനെ ഒരു 5-6 തവണ വരുന്ന നഖം ഇങ്ങനെ ഇപ്പോൾ പോയി കഴിഞ്ഞ് വരുന്നത് കുറച്ചുകൂടി തിക്ക്, അത് കഴിഞ്ഞ് കുറച്ചുകൂടി തിക്ക്, അത് കഴിഞ്ഞ് കുറച്ചുകൂടി തിക്ക്, അങ്ങനെ എന്താ മാറി ഇപ്പോഴും എൻ്റെ പണ്ടത്തെ അത്ര തിക്നെസ്സിലോട്ട് എൻ്റെ നഖം എത്തിയിട്ടില്ല. കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറയാം. പക്ഷെ പണ്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള നഖമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ വളർന്ന് വരുന്ന നഖം തിന്നായി ഒരു 5-6 തവണ പോയി വന്നതിന് ശേഷമാണ് എൻ്റെ നഖം പിന്നെ കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഫുൾ കട്ട് ചെയ്ത് നിർത്തുമായിരുന്നു. ഇത്ര പോലും നെയിൽസ് ഞാൻ വയ്ക്കണ്ടായിരുന്നില്ല. ഇങ്ങനെ ഫുൾ കട്ട് ചെയ്ത് വളർത്തി അങ്ങനെ എടുക്കാൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ നഖം ഇങ്ങനെ ആ നഖം മെമ്മറി ചെയ്തിട്ടായിരിക്കും ആ വീക്കായിട്ടുള്ള നഖം തന്നെ വന്നുകൊണ്ടിരുന്നതെന്ന്. ണോ അതിന് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്, അത്രയും ഡാമേജിങ് ആണ് നമ്മുടെ നെയിൽസ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങൾ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ട്, ജെൽ നെയിൽസ് ചെയ്യുന്നുണ്ട്, പ്രസ് ഓൺ നെയിൽസ് ആണെങ്കിൽ പ്രസ് ഓൺ നെയിൽസ് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവൻറ്റുകളോ പരിപാടികളോ വരുന്നുണ്ടെങ്കിൽ മാത്രം അല്ലാണ്ടുള്ള ഡെയിലി ബേസിസിൽ നഖം ഫ്രീ ആയിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് വിടാനായിട്ട് നോക്കാം. ഇനി രണ്ടാമത്തെ ടിപ്പ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കോക്കനട്ട് ഓയിൽ എടുത്ത് നമ്മളുടെ നെയിൽസിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മസാജ് ചെയ്യുക. നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തല മസാജ് ചെയ്യുക. തലയിലോട്ട് എണ്ണ ഇടുമ്പോഴേക്കും നമ്മളിങ്ങനെ എന്തായാലും മസാജ് ചെയ്യുമല്ലോ. ആ മസാജ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഓൾറെഡി നഖവും കൂടിയിട്ടാണ് ആ എണ്ണ ആവണത്. അപ്പം അങ്ങനെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നഖം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ കോക്കനട്ട് ഓയിൽ എനിക്ക് പ്രോട്ടീൻ ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നെയിൽസ്. ഇനി മൂന്നാമത്തെ ടിപ്പ്, നിങ്ങൾക്ക് നഖം വളർത്തണമെന്നാണ് ആഗ്രഹം, നിങ്ങളുടെ കറണ്ട് ഉള്ള നഖത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. സെയിം ലൈക്ക് നമ്മളുടെ മുടി ട്രിം ചെയ്ത് കൊടുക്കില്ല, അതേപോലെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വളർത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആ ഒരു സ്ട്രോങ്നെസ്സിലോട്ട് എത്തണത് വരെ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു ലെങ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലവരുടെയും നഖം വളരില്ല. എനിക്ക് അത് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുടിക്കാണെങ്കിലും നഖത്തിനാണെങ്കിലും ഒരു ലിമിറ്റ് ഓരോരുത്തർക്ക് ഡിഫറെൻറ്റാണ്. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ കീറിപ്പോവും. മുടിയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്പ്ലിറ്റൻ്റ് ആയിട്ട് പിന്നെ തിന്നായിട്ട് വരാൻ തുടങ്ങും. അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിമിറ്റ് ആയി
കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. ആ ലിമിറ്റ് വരെ എന്തായാലും നിങ്ങൾക്ക് വളരും. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കട്ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എനിക്കറിയാതെ പൊട്ടിപ്പോവാറ് എൻ്റെ ഒരു ലിമിറ്റ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും എൻ്റെ ഈ കാണുന്ന പിങ്ക് പോർഷനില്ല അത്രയും തന്നെ നീളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി എനിക്ക് തന്നെ വേദനയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ നിങ്ങളങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ടിപ്പ്, നിങ്ങൾ നഖം കടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്. നഖം കടിക്കരുത്. നഖം കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഖം പിന്നെ വളർന്നു വരുന്ന നഖത്തിന് കട്ടി ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ആ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ നമ്മൾ വളർത്താൻ സമ്മതിക്കില്ല. നമ്മൾ അറിയാണ്ട് അതിങ്ങനെ കടിച്ച് നമുക്ക് അതങ്ങനെ കളയണമെന്ന് തോന്നും. അത് മാത്രമല്ല, ഇത് കടിക്കുമ്പോഴേക്കും നമ്മുടെ പല്ലിനും അത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നഖം കടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിർത്താം. അത് നിങ്ങളുടെ നഖം വളർത്തില്ല നിങ്ങൾ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നഖം കടിക്കാൻ മനഃപൂർവ്വം നമ്മൾ കടിക്കാൻ തോന്നുന്ന സമയത്ത് മാറ്റാം, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലോട്ട് വരാം. അപ്പോൾ അങ്ങനെ നഖം കടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിർത്താം. ഇനി നെക്സ്റ്റ് ടിപ്പ്, നിങ്ങൾക്ക് നഖം കീറുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, ഇത് എനിക്ക് ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു. എനിക്ക് കാലിലെ നഖം എനിക്ക് അങ്ങനെ കീറാനായിട്ട് ടെൻഡൻസി വരും. നിങ്ങളങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കീറുകയാണെങ്കിൽ നമ്മുടെ നഖം പിന്നെയും വളരണ നഖം ആ കീറാൻ പാകത്തിനുള്ള പോലെ ആയിരിക്കും വളർന്നു വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കീറാതിരിക്കുക. ഓക്കെ, അങ്ങനെ ടെൻഡൻസി വരുന്നുണ്ടെങ്കിലും നഖം അപ്പോൾ മുറിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നെയിൽ കട്ടർ എടുത്ത് കട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഷാർപ്പായിട്ട് സ്ട്രോങ് ആയിട്ട് കട്ടാവും. ഇങ്ങനെ കീറുമ്പോൾ നമുക്ക് ഒന്നാമത് നമ്മുടെ നഖം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി എറിഞ്ഞ് മുറിവ് വരും. പിന്നെ അതങ്ങനെ ചെയ്യുന്നതോറും നമുക്ക് പിന്നെയും നമ്മൾ അറിയാണ്ട് അത് കീറാൻ നമ്മൾ ശ്രദ്ധയൊക്കെ ഉണ്ടാവില്ല. അല്ലാണ്ട് തന്നെ നമുക്കത് കീറിക്കളയാനായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ നഖം കീറുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുക. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങളുടെ നഖത്തിന് മാത്രമല്ല ഓവറോൾ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. മുടിക്ക് നല്ലതാണ്, നമ്മളുടെ സ്കിന്നിന് നല്ലതാണ്. സ്കിന്നിന് പ്രോട്ടീൻ അത്ര നല്ലതല്ല കേട്ടോ. എന്നാലും ഓവറോൾ നമുക്ക് നല്ലതാണ് പ്രോട്ടീൻ കഴിക്കണത്. അപ്പോൾ പ്രോട്ടീൻ കഴിക്കാനായിട്ടും കൂടി തുടങ്ങാം. നമ്മൾ വെളിയിൽ മാത്രം എന്ത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഇൻസൈഡ് സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് വെളിയിൽ റിഫ്ലക്റ്റ് ചെയ്യുക. എസ്പെഷ്യലി നമ്മളുടെ നഖമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഖം നമുക്ക് നമ്മുടെ ബോഡിയിൽ എന്താണോ നടക്കുന്നത് അത് കാണിക്കാൻ നഖത്തില്ല. ചില ഡോക്ടേഴ്സ് ഇങ്ങനെ നഖം നോക്കിയിട്ട് പറയണ കണ്ടിട്ടില്ലേ. അപ്പം നഖത്തിൽ നമ്മൾക്ക് എൻ്റെ മുമ്പുണ്ടായിരുന്ന നഖമില്ലേ, ആ നഖത്തിൽ വൈറ്റ് കളറിലെ വരകൾ, ഇങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ ബ്രൗണിൽ നേരെ വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹെൽത്തി ആയി തുടങ്ങിയപ്പോൾ ഇപ്പം നഖം ക്ലീനായി. നഖത്തിനകത്ത് വലിയ കാര്യമായിട്ടുള്ളൊന്നുമില്ല. ഇതിൽ ഇച്ചിരി ഉച്ചക്കാലത്തെ കറിയുടെ പാടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നഖം നമ്മുടെ ഹെൽത്തും കൂടിയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക, നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കുക. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ശ്രദ്ധിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ നഖം നന്നായി വളർത്തണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നഖത്തിനെ പറ്റി ആലോചിക്കാണ്ടിരിക്കുക. ഈ നഖത്തിനും എനിക്ക് തോന്നിയിട്ടുള്ള എന്താ അറിയോ, നമ്മളുടെ ബോഡി പാർട്സിന് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള നമ്മളിങ്ങനെ പറയില്ലേ, എന്താ പറയുക, ചെടികൾക്ക് ജീവനുണ്ട്, അതിന് ജീവനുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എൻ്റെ മനസ്സിൽ ഇത് ശരിയാണെന്നാണ്. എൻ്റെ മുടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ നഖം സെപ്പറേറ്റ് ഇൻഡിവിജ്വലാണ്. എൻ്റെ ബോഡി, എൻ്റെ എല്ലാ ഭാഗങ്ങളും സെപ്പറേറ്റ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മളിങ്ങനെ ഒരാളിങ്ങനെ കൂടുതൽ ഇങ്ങനെ കൊഞ്ചിച്ചിങ്ങനെ കെയർ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ അതിങ്ങനെ വളരില്ല. സീരിയസ് ആയിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇപ്പോൾ മുടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മുടി നല്ലോണം വളർന്നു. പക്ഷെ എനിക്ക് മുടിക്ക് ഇത്ര നീളം എന്തൊക്കെ ഞാൻ ചെയ്തിട്ട് നീളം വെക്കണുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ മുടീനെ കെയർ ചെയ്യുന്നത് നിർത്തിയപ്പോഴേക്കും മുടി സുഗമമായിട്ട് വളരുന്നുണ്ട്. അപ്പം അതിനെ നമ്മൾ കൂടുതൽ കൊഞ്ചിക്കാണ്ടിരിക്കുക, കൂടുതൽ അതിനെ ടേക്ക് കെയർ ചെയ്യുക, നമ്മൾ അതിനെ വിട്ട് കളയാം. മെയിൻ സംഗതി നമ്മൾ സ്ട്രെസ് അടിക്കണോണ്ടിട്ടായിരിക്കും. നമ്മളിത് വളരണമല്ലോ എന്ത് ചെയ്യുക, അങ്ങനെ ടെൻഷൻ അടിക്കുമ്പോഴേക്കും ഒന്നും കൂടി നമ്മുടെ ഓവറോൾ ഹെൽത്തും അതിനോടൊപ്പം തന്നെ നെയിൽസും കൂടിയിട്ടാണ് ഇതാവണേ. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് കെയർ ചെയ്യാണ്ടിരിക്കുക. കട്ട് ചെയ്ത് വിടാതെ വളരട്ടെ, അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് അങ്ങോട്ട് പോകണം. നമ്മൾ കൂടുതൽ അതിനെ അങ്ങോട്ട് ഇപ്പം എൻ്റെ ഈ നഖം ഉണ്ടല്ലോ, ഈ നഖത്തിൻ്റെ ഇവിടെ ഈ ബെഡ് സഹിതം ഇവിടെ വരെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എന്തോ ഞാൻ ചെയ്തപ്പോഴേക്കും ഇങ്ങനെ ശക്തിയിൽ എന്തോ ഒരു സാധനം പൊളിച്ച് തുറക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കീറിപ്പോയി. പക്ഷെ ഇപ്പം നോക്ക്, ഇപ്പം അത് സെറ്റായി. കണ്ടോ, ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. അപ്പോഴേക്കും ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല സെറ്റായിട്ട് വളർന്ന് അവിടെ ഇങ്ങനത്തെ ഒരു പാട് പോലും ഇല്ലാണ്ട് ഇതായി വന്നു. അപ്പം അതുകൊണ്ട് ഒരുപാട് നിങ്ങൾ ശ്രദ്ധ കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് വളരും. പിന്നുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നഖം നിങ്ങൾ നല്ല ക്ലീൻ ആക്കി വെക്കാനായിട്ട് നോക്കുക. എന്ന് വെച്ചാൽ നഖത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ക്ലീനാക്കി നഖത്തിന് ഈ ഇൻസൈഡ് ഭാഗം ക്ലീൻ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഈസി ആയിട്ട് നമ്മളുടെ നഖം വളർന്നു വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത്തെ ഒരു ടിപ്പ്, നിങ്ങൾ നഖം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്യുക. മസാജ് ചെയ്യുന്ന ടൈമിൽ തന്നെ നഖം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ഇങ്ങനെ ഒന്ന് എല്ലാ നഖവും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മളുടെ നഖം നല്ലോണം വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും.
പറ്റും. ഇതൊക്കെ ചെറിയ ടിപ്സ് ചെറിയ ഹാബിറ്റ് ചേഞ്ചുകളാട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നിങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ റീൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ നഖം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ജെൻറ്റലൊരു അവിടെ ഇപ്പോൾ എന്തെങ്കിലും വന്നിങ്ങനെ ബ്ലോക്ക് ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാനും നഖം നന്നായിട്ട് വളർന്നു വരാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ടിപ്പ്, നിങ്ങൾ നഖം യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നഖം യൂസ് ചെയ്യുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നഖം കൊണ്ട് ഒന്നും ചെയ്യില്ലല്ലോ. നഖം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്കിലാണ് നഖം സ്ട്രോങ് ആവുള്ളൂ. നമുക്ക് നഖം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മറ്റേ കാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ നമുക്കിങ്ങനെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടും ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ നെയിൽ ബെഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ നെയിലിനൊരു പർപ്പസ് ഉണ്ടല്ലോ. ആ പർപ്പസ് ഇല്ലാണ്ടാവുമ്പോഴേക്കുമാണ് നഖം വീക്കനായി തുടങ്ങുക. അപ്പം നെയിലിൻ്റെ പർപ്പസ് എന്താണോ നിങ്ങൾക്കിപ്പോൾ എന്താ, ഇപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും മണ്ണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ് കൈകൊണ്ട് ചെയ്തോ, അതൊന്നും അത്ര ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയില്ലേ മണ്ണ് കൈകൊണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ChatGPT ഇട്ടിങ്ങനെ എന്താണ് ബേസിക് ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുകയാണ് അവർ, നിങ്ങൾ നഖം ഗ്ലൗസ് ഇട്ടിട്ട് മണ്ണിൽ തൊടുക, അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തൊടുക. നമ്മളങ്ങനെ വന്നിട്ടുള്ളത് നമ്മളുടെ ബോഡിക്ക് അതെല്ലാം അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പരിചിതമായിട്ടുള്ള സ്ഥലത്തുള്ള ഇപ്പം നമ്മുടെ പറമ്പിലുള്ളതൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൽ വളർന്നിട്ടുള്ളവരല്ലേ. അപ്പോൾ നമുക്കതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക്. ഞാൻ എൻ്റെ നെയിൽ കെയറിൽ ഞാൻ എൻ്റെ ഗാർഡനിങ്ങൊക്കെ മണ്ണൊക്കെ ഇത് വെച്ചിട്ടൊക്കെ അപ്പോൾ അത് സ്ട്രോങ് ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതെനിക്ക് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നഖം യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് വെച്ചാൽ അങ്ങനെ ചെയ്തെങ്കിൽ അത് സ്ട്രോങ്, നമ്മൾ ബസ്സിൽ സ്ട്രോങ് ആവില്ലേ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ അത് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി സ്ട്രോങ് ആവണേ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ടിപ്സാണോ ഞാനെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. എൻ്റെ നഖം നല്ല സ്ട്രോങ് ആയി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള, പൊട്ടയായി പോയതിൽ നിന്നും ഞാൻ സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ടിപ്സ്. ഒരു ടിപ്സ് കൂടി ഞാൻ പിന്നെ മറ്റേ വെളുത്തുള്ളി ചിലപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ടിങ്ങനെ ഇത് ചെയ്യാറുണ്ട് കേട്ടോ. ആ ടിപ്പ് നന്നായി വർക്ക് ചെയ്യും. വെളുത്തുള്ളി ഓയിൽ മസാജിങ് നല്ലോണം വർക്ക് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ലൈക്കിലൂടെയും കമൻസിലൂടെയാണ്. പിന്നെ ലോങ് വീഡിയോ ഇടാനുള്ള പ്രചോദനം തന്നെ നിങ്ങളുടെ ലൈക്കും അതുപോലെ കമൻസും ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ വിചാരിക്കണു നമ്മുടെ വീക്ക്ലി 2 എന്ന് പറയുന്ന അപ്ലോഡ് 1 ആക്കി കുറച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ലോങ് വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് എഫേർട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.